It's me Marina Joby. Again, welcome back to Sorum Spicy. Sorum Spicy പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോറും സ്പൈസിയും ഒന്നും അടുത്തേക്കൂടെ പോലും പോയിട്ടില്ലാത്ത ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റിലും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഡെസേർട്ടാണല്ലേ രസഗുള. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണിത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ രസഗുള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഇത്രയും കാര്യങ്ങളുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഞാനൊരു 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതായത് 3/4 ലിറ്റർ പാല്. പിന്നെ ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് അടിപൊളിയായിട്ട് രസഗുള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രസഗുള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് പനീർ പാലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാനിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം മുഴുവൻ പാലും ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് പാല് ചൂടായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് തള വന്നാൽ മതി, നന്നായിട്ട് തിളച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തള വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, ഇത് തിളയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങ നീര് അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പനീർ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് അല്പാൽപ്പായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പനീർ നന്നായിട്ട് ഇതിൻ്റെ നിന്ന് പിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ മുഴുവൻ പനീറും ഇതേപോലെ സെപ്പറേറ്റായി വരും. അപ്പോൾ നമ്മൾ മുഴുവൻ നാരങ്ങാ നീരും ഒഴിച്ചു കൊടുത്തു. പാല് നന്നായിട്ട് പിരിഞ്ഞ് പനീർ മുഴുവൻ ഇതിനകത്തുനിന്ന് സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പനീർ സെപ്പറേറ്റ് ചെയ്ത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളും അതിന് മുകളിൽ ഒരു അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മീതെ ഞാനൊരു വെള്ളത്തുണി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ വെള്ള തുണിയിലോട്ടാണ് നമ്മൾ പനീർ അരിച്ചൊഴിക്കാൻ പോകുന്നത്. എന്നാലാണ് നമുക്ക് നന്നായിട്ട് പനീർ ഇതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തു നിന്ന് നമ്മൾ പിരിച്ചു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പിരിച്ചു വെച്ചിരിക്കുന്ന പാല് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ പനീർ മാത്രം മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്, വെള്ളമൊക്കെ താഴെ പോയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പനീർ റെഡിയാക്കാൻ വേണ്ടി നാരങ്ങ നീര് ഒഴിച്ചുകൊണ്ട് പനീറിന് ചെറിയൊരു പുളിപ്പുണ്ടാവും, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. നമുക്ക് പറ്റാവുന്നിടത്തോളം വെള്ളം ഇതിൻ്റെ നിന്ന് കളഞ്ഞ് ഇതേപോലെ ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം. പറ്റാവുന്നിടത്തോളം വെള്ളം നമുക്ക് ഇതിനകത്ത് നിന്ന് കളഞ്ഞെടുക്കാം. അപ്പം ഞാനിത് ഇപ്പോൾ പറ്റാവുന്നിടത്തോളം വെള്ളം ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്കിത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് എടുത്ത് വെക്കണം, എന്നാലാണ് ഇതിൻ്റെ അകത്തെ വെള്ളം കംപ്ലീറ്റ് പോയി തീരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു വെയിറ്റ് ഇതിന് മീതെ കയറ്റി വെച്ച് കൊടുക്കാം. നല്ലൊരു വെയിറ്റ് ഇതിന് മുകളിൽ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രസ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ താഴോട്ട് പോയിക്കോളും. അല്ലെങ്കിൽ ഇതേപോലെ കെട്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതിയാവും. അപ്പോൾ വെള്ളമൊക്കെ ഊറി ഇതിനകത്തുനിന്ന് പോയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്താ ഇഷ്ടമുള്ളത് ചെയ്യുക. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ ഇത് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടാൻ പോവാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ പനീർ നമ്മൾ എടുത്ത് വെച്ചിരുന്നു, വെള്ളമൊക്കെ പോയിട്ട് നന്നായിട്ട് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു വെള്ളമൊക്കെ പോയി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഒരു 3-4 മിനിറ്റൊക്കെ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു 3-4 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും പനീർ. ഇനി നമുക്ക് ബോൾസാക്കി റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ നന്നായിട്ട് ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, കാരണം പനീർ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ബോൾസാക്കി റെഡിയാക്കി എടുക്കാം. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ
നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അധികം വലിയ ബോൾസ് റെഡിയാക്കി എടുക്കാത്തതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇടുമ്പോൾ ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ചെറിയ ബോൾസ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബോൾസ് റെഡിയാക്കി എടുക്കുക. അധികം വലുപ്പം ഉണ്ടാവാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു വലുപ്പത്തിനാണ് ഞാനിപ്പോൾ എല്ലാം ഉണ്ടാക്കുന്നത്. അതേപോലെ നമുക്ക് എല്ലാ പനീറും വെച്ചിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പനീറെല്ലാം ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഏകദേശം ഒരേ സൈസിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ഏലക്ക ചതച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിത്ത് വെള്ളത്തിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ സിറപ്പ് നല്ല തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനൊരു 3-5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണിത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റും കൂടി ഞാനൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ചെറുതായിട്ടൊന്ന് സിറപ്പ് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇടുക. അപ്പോൾ ഞാൻ എല്ലാ പനീർ ബോൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോഴേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാം പനീർ ബോൾസിൻ്റെ ഒക്കെ ഉള്ളിൽ കയറിയിട്ട് ഇതെല്ലാം നല്ല സൈസായിട്ട് വരും. ഏകദേശം ഒരു ഡബിൾ സൈസായിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മുടെ രസഗുള നമ്മുടെ സിറപ്പിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാ പനീർ ബോൾസും നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ടേക്കായും വലിയ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ഈ സിറപ്പിൽ തന്നെ ഇത് ഇട്ട് വെക്കണം. എങ്കിലാണ് ആ ബോൾസിലോട്ട് നന്നായിട്ട് സിറപ്പ് കയറിയിട്ട് നല്ല ടേസ്റ്റായി വരുള്ളൂ. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂറും കൂടെ ഇങ്ങനെ ഈ സിറപ്പിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ സിറപ്പൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ആ ഷുഗർ സിറപ്പിൽ കുറച്ച് നേരം കിടന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് സമയം എടുക്കുന്നല്ലാതെ ബാക്കി റെഡിയാക്കി എടുക്കാൻ വളരെ ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താകുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.